അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കിന്ന് 1-ാം ക്ലാസ്സുകാരുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന തഫ്ഹീമു തിലാവ എന്ന പാഠപുസ്തകത്തിൻ്റെ കിതാബത്തു അഥവാ എഴുത്ത് എന്ന വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, അത് എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നോക്കാം. ചോദ്യങ്ങൾ നോക്കി കുട്ടികളെ കൊണ്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ. എന്നാൽ ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിട്ട അക്ഷരങ്ങൾ എഴുതാം. ഇവിടെ 6 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കതിലെ ആദ്യത്തെ 3 ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി തന്നിട്ടുള്ള ചിത്രം ഒരു ബ്ലാക്ക് ബോർഡാണ്. എന്താണ് ബോർഡിന് പറയുക? അതിൻ്റെ താഴെ ഒരു ബോക്സിൽ അതിൻ്റെ പേര് തന്നിട്ടുണ്ട്. അതിൻ്റെ വിട്ട അക്ഷരം നമ്മൾ എഴുതി കൊടുത്താൽ മതി. അവിടെ തന്നിട്ടുള്ളത് എന്താണ്? സാ ഡാഷ് റത്തുൻ. അപ്പോൾ ബോർഡിന് എന്താണ് പറയുക? സബൂറത്തുൻ. അപ്പോൾ എഴുതേണ്ടത് എന്താണ്? ബൂ എന്നാണ്. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? വാതിലിൻ്റെ ചിത്രം അല്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ താഴെയുള്ള ബോക്സിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡാഷ് ബുൻ. അപ്പോൾ വാതിലിന് എന്താ പറയുക? ബാബുൻ. ബാ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി മൂന്നാമത്തെ ചിത്രം ഒരു കുതിരയുടെ ചിത്രമാണ്. എന്താ കുതിരയ്ക്ക് പറയുക? ഡാഷ് ലുൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഹൈലുൻ. ഹ എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ ഉത്തരങ്ങളൊന്ന് നോക്കൂ. ബോർഡിന് സബൂറത്തുൻ. എങ്ങനെയാണ് എഴുതുക? സ എന്ന അക്ഷരത്തിനോട് ചേർത്തിയിട്ട് ബു എന്ന് കൂട്ടി എഴുതണം. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. സബൂറത്തുൻ. ഇനി രണ്ടാമത്തെ ചിത്രം ബാബുൻ എന്നാണ്. ബ എന്ന് എഴുതിയിട്ട് ബാനോട് ചേർത്ത് അലിഫ് ചേർത്ത് ബാ എന്ന് എഴുതണം. അതാണ് ബാബുൻ. ഇനി മൂന്നാമത്തെ ചിത്രമായ കുതിരയുടെ പേര് ഹൈലുൻ എന്നാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഹ എന്ന അക്ഷരത്തെ അവിടെ തന്നിട്ടുള്ള ഇലുൻ എന്നതിനോട് ചേർത്ത് തന്നെ എഴുതണം. ഹൈലുൻ. ഹൈലുൻ കുതിര, സബൂറത്തുൻ ബോർഡ്, ബാബുൻ വാതില്, ഹൈലുൻ കുതിര. ഇനി തന്നിട്ടുള്ള 3 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാലാമത്തെ ചിത്രം ഒരു മീനിൻ്റെ ചിത്രമാണ്. അതിൻ്റെ താഴെ തന്നിട്ടുള്ള ബോക്സിൽ എന്താ തന്നിട്ടുള്ളത്? സാ ഡാഷ് കുൻ. എന്താണ് മീനിന് പറയുക? സമക്കുൻ. അപ്പോൾ അവിടെ മാ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചിത്രം ഒരു ഡോക്ടറുടെ ചിത്രമാണ്. എന്താ ഡോക്ടർക്ക് പറയുക? അവിടെ ഡാഷ് ബീബുൻ എന്ന് തന്നിട്ടുണ്ട്. ഡോക്ടറിന് ത്വബീബുൻ. അപ്പോൾ അവിടെ ത്വ എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്ത ചിത്രം ഒരു കാളയുടെ ചിത്രമാണ്. എന്താ കാളയ്ക്ക് പറയുക? ഡാഷ് വൃൻ എന്ന് തന്നിട്ടുണ്ട്. കാളയ്ക്ക് എന്താ? സൗറുൻ. അപ്പോൾ അവിടെ സ എന്ന് എഴുതി കൊടുക്കാം. കൂട്ടുകാർ ഉത്തരങ്ങൾ എഴുതിയത് നോക്കൂ. മീനിന് സമക്കുൻ. സ എന്ന അക്ഷരത്തിനോട് ചേർത്ത് മാ എന്ന് എഴുതണം. മാ എന്ന അക്ഷരത്തിനോട് ചേർത്ത് കുൻ എന്ന് ചേർക്കണം. സമക്കുൻ. ഇനി രണ്ടാമത്തെ ചിത്രമായ ഡോക്ടർ ത്വബീബുൻ. അവിടെ ത്വ എന്ന അക്ഷരത്തെ ബി എന്നതിനോട് ചേർത്ത് എഴുതണം. ത്വബീബുൻ ഡോക്ടർ. ഇനി മൂന്നാമത്തത് കാളയ്ക്ക് സൗറുൻ. അവിടെ സ എന്നതിന് വൃൻ എന്നതിന് ആ വാവിനോട് ചേർത്ത് എഴുതണം. സൗറുൻ കാള. ഇങ്ങനെ 6ഉം ശരിയായാൽ 12 മാർക്ക് കിട്ടും. ഓരോ ചിത്രത്തിനും 2 മാർക്ക് വീതം ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ക്ലാസ്സിൽ നിന്ന് യോജിച്ച അക്ഷരം എടുത്തെഴുതുക. ഇവിടെ ഒരു ഗ്ലാസ് തന്നിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ കുറേ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? റി, സ, ഹി, ഫി, ആ, ഹു എന്നിങ്ങനെ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി വലതുവശത്തായിട്ട് 6 ബോക്സുകൾ തന്നിട്ടുണ്ട്. ആ ബോക്സുകളിലെല്ലാം ഓരോ വാക്കുകളാണ്. ഈ വാക്കുകളെല്ലാം നമ്മുടെ പാഠപുസ്തകത്തിലുള്ളതാണ്. പുസ്തകം നന്നായി വായിക്കുന്നവർക്ക് ആ
വാക്കുകൾ കാണുമ്പോൾ അവിടെ ഏത് അക്ഷരമാണ് എഴുതി കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ബോക്സിൽ ഡാഷ് ഹ്റത്തുൻ എന്നാണ് തന്നിട്ടുള്ളത്. എന്തായിരിക്കും? അതെ, ഉത്തരം സഹ്റത്തുൻ. ഇനി രണ്ടാമത്തെ ബോക്സിൽ ഡാഷ് സ്ലമ. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? അസ്ലമ. ഇനി മൂന്നാമത്തെ ബോക്സിൽ ഡാഷ് മാറുൻ. ഉത്തരം സിമാറുൻ. സി എന്ന് എഴുതി കൊടുക്കണം. ഇനി നാലാമത്തെ ബോക്സിൽ ഡാഷ് ക്രു. എന്താണ് ഉത്തരം? ദിക്റുൻ. അപ്പോൾ ദി എന്ന അക്ഷരമാണ് നാലാമത്തെ ബോക്സിൽ എഴുതേണ്ടത്. ദിക്റുൻ. ഇനി അഞ്ചാമത്തെ ബോക്സിൽ എന്താണ്? ഡാഷ് ലാലുൻ. ഉത്തരം ഹിലാലുൻ. ഇനി ആറാമത്തെ ബോക്സിൽ എന്താണ്? ഡാഷ് ബുസുൻ. ഉത്തരം ഹുബുസുൻ. എഴുതേണ്ട അക്ഷരം ഏതാണ്? ഹു. ഉത്തരങ്ങൾ ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ ബോക്സിൽ ഏതക്ഷരമാണ് എഴുതേണ്ടത്? സ. അപ്പോൾ ഉത്തരം സഹ്റത്തുൻ. ഇനി രണ്ടാമത്തെ ബോക്സിൽ ഏതക്ഷരമാണ്? അ. ഉത്തരം അസ്ലമ. ഇനി മൂന്നാമത്തെ ബോക്സിൽ ഏതക്ഷരമാണ്? സി. അപ്പോൾ ഉത്തരം സിമാറുൻ. ഇനി നാലാമത്തെ ബോക്സിൽ ഏതക്ഷരമാണ്? ദിക്റുൻ. ഉത്തരം ദിക്റുൻ. ഇനി അഞ്ചാമത്തെ ബോക്സിൽ ഹി എന്ന അക്ഷരമാണ് എഴുതേണ്ടത്. അപ്പോൾ ഉത്തരം ഹിലാലുൻ. ഇനി ആറാമത്തെ ബോക്സിൽ ഏതക്ഷരമാണ് എഴുതേണ്ടത്? ഹു. ഹുബുസുൻ. കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണേ. വായിക്കുന്ന കുട്ടികൾക്കാണ് ഇതിലേത് അക്ഷരമാണ് എഴുതേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ 6 എണ്ണവും ശരിയായാൽ 12 മാർക്ക് ലഭിക്കും. ഒരു ബോക്സിലേത് ശരിയായാൽ 2 മാർക്കാണ് ലഭിക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ബോർഡിൽ നോക്കി എഴുതാം. ബോർഡിൽ തന്നിട്ടുള്ളത് അതേപോലെ എഴുതിയാൽ മതി. ഒന്നാമത്തത് വലാ യസാലൂന. രണ്ടാമത്തത് ഊതീത്തും. മൂന്നാമത്തത് മലി അ. ഇവിടെ എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങളും കൂട്ടി എഴുതാനുള്ളത് കൂട്ടി എഴുതണം. അതുപോലെ തന്നെ ഫത്തഹ്, കിസറ്, ലൊമ്മ ഇതൊക്കെ ഇട്ടിരിക്കണം. ഇവിടെ ഈ 3ഉം എഴുതിയത് ശരിയായാൽ 11 മാർക്ക് ലഭിക്കും. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം നോക്കാം. അക്ഷരങ്ങൾ ചേർത്തെഴുതാം. ഇവിടെ ഓരോ വാക്കുകൾ തന്നിട്ടുണ്ട്. അതിലെ അക്ഷരങ്ങളെല്ലാം ചേർത്ത് എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തത് അത് കുറുക്കും. ഇനി രണ്ടാമത്തെ വാക്ക് ഈമാനുൻ. മൂന്നാമതായി തന്നിട്ടുള്ളത് ഷൂഫാനുൻ. ഇതെല്ലാം അക്ഷരങ്ങളെ വിട്ടാണ് തന്നിട്ടുള്ളത്. ഇതിനെ ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കൂ. അത് കുറുക്കും എന്നെഴുതുമ്പോൾ അലിഫ് ദാല് ഇതിനെ ഒറ്റയ്ക്ക് എഴുതണം. കാഫ് റാ എന്നുള്ളതിനെ ചേർത്ത് എഴുതണം. കാഫ് മീമ് എന്നുള്ളതിനെയും ചേർത്ത് എഴുതണം. അത് കുറുക്കും. ഇനി ഈമാനുൻ എന്നെഴുതുമ്പോൾ അലിഫിനെ ഒറ്റയ്ക്ക് എഴുതണം. യാവും മീമും അലിഫും ചേർത്ത് എഴുതണം. നുൻ എന്നുള്ളതിനെ ഒറ്റയ്ക്ക് എഴുതണം. ഈമാനുൻ. ഇനി മൂന്നാമത്തത് ഷൂഫാനുൻ. ഇതിലേതൊക്കെയാണ് ചേർത്ത് എഴുതേണ്ടത്? ഷീനിനോട് വാവിനെ ചേർത്ത് എഴുതണം. എന്നിട്ട് ഫായിനോട് അലിഫ് ചേർത്ത് എഴുതണം. ഷൂ ഫാ നുൻ. നുൻ എന്നുള്ളതിന് ഒറ്റയ്ക്കാണ് എഴുതേണ്ടത്. ഇത് മനസ്സിലാക്കി എഴുതണം. ലൊമ്മിനെ നീട്ടാൻ വാവാണ്. ഫത്തഹിനെ നീട്ടാൻ അലിഫാണ്. കെസറിനെ നീട്ടാൻ യാ ആണ്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങളുള്ളത്. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ കുട്ടികൾ പുസ്തകങ്ങൾ നന്നായി വായിച്ച് പഠിക്കണം.
അക്ഷരങ്ങളിൽ ഏതൊക്കെയാണ് ചേർത്ത് എഴുതുക, ഏതൊക്കെയാണ് ഒറ്റയ്ക്ക് എഴുതേണ്ട അക്ഷരങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എഴുതി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചോദ്യപേപ്പറുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.